മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും നമ്മൾ പോകുന്നത് അമലുകൾ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ഹൃദയം അള്ളാഹുവിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമർപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. റൗദ ഷരീഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വരിയുണ്ടല്ലോ, നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാക്കിനു. നബിയെ, അങ്ങുറങ്ങുന്ന ഈ റൗദ ഷരീഫിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ മദീനത്തുൽ മുനവ്വറയിൽ പോകാറുണ്ട്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്തും മഹബ്ബത്തിൽ വലിയ വർധനവുണ്ടാവാറില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ ഹൃദയബന്ധങ്ങൾ രൂപപ്പെടാറില്ല. മദീനയെക്കുറിച്ച് പറഞ്ഞ് മുത്തുനബിയെക്കുറിച്ച് പാടി ഈ റബീഉൽ അവ്വൽ 12-ന് മദീനയിലെ റൗള ഷരീഫിലിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞിരുന്നതുപോലെ ഈ റബീഉൽ അവ്വലിൽ നമുക്കും കഥ പറഞ്ഞിരിക്കണം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു താരീഖ് എഴുതാൻ വേണ്ടി നിലാവെളിച്ചത്തിലായിരുന്നു മദീനയിൽ വന്നിരുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് ഹൃദയബന്ധം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിലുള്ള തവക്കലും വർദ്ധിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് മിശ്വാർ ട്രാവൽസ് ഈ റബീഉൽ അവ്വലിൽ ഉംറ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. കേവലം ഒരു യാത്ര എന്നതിനപ്പുറം ഈമാൻ വർദ്ധിപ്പിക്കാനുള്ളൊരു ഉംറ യാത്ര, അമലുകളുടെ അകമറിയാനുള്ളൊരു ഉംറ യാത്ര. അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും 2 ഹറമുകളിലും നമുക്ക് നിസ്കരിക്കണം. അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നന്നായി സ്നേഹിച്ച് കഅബയുടെ മുറ്റത്തും മസ്ജിദുൻ നബവിയുടെ പച്ചക്കുബ്ബയുടെ മുന്നിലും നമുക്ക് പോയിരിക്കണം. അതിനു വേണ്ടിയുള്ളൊരു ഉംറ യാത്ര റബീഉൽ അവ്വൽ 11-നാണ് പുറപ്പെടുന്നത്. മദീനയിലാണ് റബീഉൽ അവ്വൽ 12. താല്പര്യപ്പെടുന്ന ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണം.